ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, അവൾ നേരത്തെ എഴുന്നേറ്റിരുന്നെങ്കിൽ, അവൾ സമ്മതം പറഞ്ഞിരുന്നെങ്കിൽ. ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ് എഴുതാൻ പറ്റുക? അറിഞ്ഞിരുന്നെങ്കിൽ, എഴുന്നേറ്റിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ. ഇവിടെ നമുക്കെല്ലാം എന്തുണ്ട്? കോമൺ ആയിട്ട് എന്തുണ്ട്? എങ്കിൽ എന്ന് പറയുന്ന വാക്കുണ്ട്. എങ്കിൽ എന്ന് പറയാൻ നമുക്ക് എന്ത് വേണം? ഇഫ് വേണം. അപ്പോ ഈ ടൈപ്സ് ഓഫ് സെന്റൻസുകൾ എഴുതുന്നതിന് നമ്മൾ കുറെ കണ്ടീഷണൽ ക്ലോസുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ലോസുകൾ പഠിച്ചവർക്ക് അറിയാം എങ്ങനെയാണ് എന്ന്. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, നേരത്തെ എഴുന്നേറ്റിരുന്നെങ്കിൽ, സമ്മതം പറഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള കാര്യം എന്താണ്? ഇതെല്ലാം നടന്ന് കഴിഞ്ഞ കാര്യങ്ങളാണ്, അല്ലെ? പാസ്റ്റിലെ കാര്യങ്ങളാണ്. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്തേനെ, അവൾ നേരത്തെ എഴുന്നേറ്റിരുന്നെങ്കിൽ അവൾക്ക് ബസ് കിട്ടിയേനെ, സമ്മതം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ബാക്കി ചെയ്തേനെ. ഇതൊക്കെ എന്താണ്? നടന്ന് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കണമെങ്കിൽ എങ്കിൽ എന്ന് പറയാനുള്ള ഇഫ് ആദ്യം കൊടുത്തു. പിന്നെ എന്ത് വേണം? സബ്ജക്റ്റ്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? ഞാനാണ്. ഇനി അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയണമെങ്കിൽ, അറിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള ഒരു പാസ്റ്റിൽ നടന്നു കഴിഞ്ഞ കാര്യം പറയണമെങ്കിൽ ഇഫ് ഹാഡ് വേണം. ഹാഡ് കഴിഞ്ഞാൽ നമ്മുടെ വേർബ് എപ്പോഴും എന്താണ്? V3 ആണ്. നോൺ. ഇഫ് ഐ ഹാഡ് നോൺ, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ. എങ്കിൽ എന്ന് പറയാൻ നമ്മൾ ഇഫ് എഴുതി, പിന്നെ സബ്ജക്റ്റ് കൊടുത്തു, പിന്നെ ഹാഡ് കൊടുത്തു, V3 കൊടുത്തു. ഇഫ് ഐ ഹാഡ് നോൺ, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ. അവൾ നേരത്തെ എഴുന്നേറ്റിരുന്നെങ്കിൽ, എങ്കിൽ എന്ന് പറയാൻ നമ്മൾ ഇഫ് കൊടുത്തു. പിന്നെ അവളാണ് സബ്ജക്റ്റ്. നേരത്തെ എഴുന്നേറ്റിരുന്നെങ്കിൽ നമുക്ക് ഹാഡ് വേണം. അവൾ എഴുന്നേറ്റ് കഴിഞ്ഞു പോവോ, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. ഇഫ് ഷി ഹാഡ്, എഴുന്നേക്കുക. വോക്കൺ അപ്പ്, നേരത്തെ, ഏർലിയർ. ക്ലിയർ ആവുന്നുണ്ടോ? എങ്കിൽ എന്ന് പറയാനുള്ള ഇഫ് കൊടുത്തു, അവൾ എന്നുള്ള ഷീ കൊടുത്തു, നേരത്തെ എന്നുള്ള ലാസ്റ്റ് ഏർലിയർ എന്ന് കൊടുത്തു, ഹാഡ് വോക്കൺ അപ്പ്. അവൾ സമ്മതം പറഞ്ഞിരുന്നെങ്കിൽ ഇഫ് വേണം, എങ്കിൽ എന്ന് പറയാൻ അവളാണ്. ഹാഡ് വേണം, പറയുക എന്നുള്ള V3 വേണം. സമ്മതത്തിന് നമുക്ക് എസ് കൊടുക്കാം. ഷീ സെഡ്, എസ് എന്നല്ല നമ്മൾ പറയേണ്ടത്. ഇഫ് ഷി ഹാഡ് സെഡ് യെസ്. ക്ലിയർ ആയോ? സമ്മതം പറഞ്ഞിരുന്നെങ്കിൽ. അപ്പോ ഇങ്ങനെ നമ്മൾക്ക് പാസ്റ്റിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ, നടന്നു കഴിഞ്ഞ കാര്യം ഇഫ് ക്ലോസിൽ നമ്മൾ പറഞ്ഞാല്, ഇവിടെ നിങ്ങൾ നോക്കൂ എങ്ങനെയാണ് വന്നത്. ഇഫ് കൊടുത്തു, സബ്ജക്റ്റ് കൊടുത്തു, ഹാഡ് കൊടുത്തു, V3 കൊടുത്ത് നമ്മൾ സംസാരിച്ചെങ്കിൽ അടുത്ത ഭാഗം വരുന്നത് വുഡ് ഹാവ് ആണ്. വുഡ് ഹാവ് ആണ്, ഓർത്തു വെക്കുക. പിന്നെ നമ്മൾ അടുത്ത സെന്റൻസ് പറയുന്നത് വുഡ് ഹാവ് വെച്ചിട്ടാണ്. നമുക്ക് നോക്കാം. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞേനെ. നേരത്തെ എഴുന്നേറ്റിരുന്നെങ്കിൽ നിനക്ക് ബസ് കിട്ടിയേനെ. പറഞ്ഞേനെ, കിട്ടിയേനെ, രണ്ടും ഒരുപോലെയാണ് വന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ബസ് കിട്ടിയോ അവർക്ക്? ബസ് കിട്ടിയിട്ടില്ല. നേരത്തെ ആ കാര്യം അവനോട് എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ ആ കാര്യങ്ങളൊന്നും നേരത്തെ അറിഞ്ഞിട്ടില്ല. ഇതെല്ലാം എന്താണ്? പാസ്റ്റിൽ നടന്നു കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. ഇഫ് ഐ ഹാഡ് നോൺ. ഇനി ഞാൻ നിന്നോട് പറഞ്ഞേനെ. പറഞ്ഞേനെ എന്ന് നമുക്ക് പറയാൻ വേണ്ടത് വുഡ് ഹാവ്. വുഡ് ഹാവ് കഴിഞ്ഞാൽ പിന്നെ പ്ലസ് എപ്പോഴും V3 ആണ്. വേർബ് എപ്പോഴും V3 ആണ്. അത് മറന്നു പോകല്ലേ. അപ്പോ ഇഫ് ഐ ഹാഡ് നോൺ, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞേനെ. ഐ വുഡ് ഹാവ്, പറയുക, ടോൾഡ്. ആരോട്? യു, നിന്നോട്. വുഡ് ഹാവ് ടോൾഡ്. വുഡ് ഹാവ് ടോൾഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞേനെ. അപ്പൊ ഇഫ് ഐ ഹാഡ് നോൺ ഐ വുഡ് ഹാവ് ടോൾഡ് യു. നീ നേരത്തെ എഴുന്നേറ്റിരുന്നെങ്കിൽ, ഇഫ് നീ, യു ഹാഡ്
woken up earlier, നേരത്തെ എഴുന്നേറ്റിരുന്നെങ്കിൽ നിനക്ക് ബസ് കിട്ടിയേനെ. നിനക്ക് you would have got the bus. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്തിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ, ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഇഫ് ഹാഡ് പ്ലസ് V3 ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞതെങ്കിൽ അതിന്റെ റിസൾട്ട് ആയിട്ട് നമ്മൾ അടുത്ത സെന്റൻസ് പറയേണ്ടത് വുഡ് ഹാവ് ഉപയോഗിച്ചിട്ടാണ്. ക്ലിയർ ആയല്ലോ? ഞാൻ ഈ കണ്ടീഷണൽ ക്ലോസസ് 1, 2, 3 എന്നും പറഞ്ഞ് എടുത്തെടുത്ത് പോയിട്ടുണ്ട്, മിക്സ്ഡ് ക്ലോസ് വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ട് എങ്കിൽ നമ്മൾ ഈ 30 ദിവസത്തെ ക്ലാസ്സിനകത്താണ് ഇതും വരുന്നത്. അപ്പൊ നിങ്ങളിത് പഠിക്കുക, ഓർത്ത് വെക്കുക. കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്തെങ്കിലും നടന്നിരുന്നെങ്കിൽ എന്ന് നമുക്ക് പറയണമെങ്കിൽ അതിന്റെ റിസൾട്ട് ആയിട്ട് വരുന്ന പറയേണ്ട സെന്റൻസ് വുഡ് ഹാവ് പ്ലസ് V3 ആണ്. മനസ്സിലോട്ട് കയറിയല്ലേ? അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾക്ക് സംസാരിച്ച് പഠിക്കണമെങ്കിൽ നിങ്ങൾ സംസാരിച്ച് തന്നെ പഠിക്കും. കുറേ ഗ്രാമർ ഒന്ന് കേട്ടാലൊന്നും ഇംഗ്ലീഷ് എന്താണ് എങ്ങനെയാണെന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് സംസാരിച്ച് പഠിക്കണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ നമ്മുടെ ക്ലാസ് പേഴ്സണൽ ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊന്ന്, ഇങ്ങനെ ക്ലാസ്സുകൾക്ക് വേണ്ടി ഇപ്പോൾ എന്നെ പുരുഷന്മാർ കോണ്ടാക്ട് ചെയ്യേണ്ട, വേറെ ഒന്നുമല്ല. എനിക്ക് നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന മെയിൽ ട്രെയിനേഴ്സ് എനിക്കില്ല. അതുകൊണ്ടാണ്, സത്യമായി പറയാലോ, എൻ്റെ കയ്യിൽ ഇപ്പോൾ അവർ ഇല്ല. അതുകൊണ്ടാണ്. അപ്പോൾ സ്ത്രീകൾക്ക് സംസാരിച്ച് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ എന്നെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പായിട്ടാണല്ലോ, എനിക്ക് നാണക്കേടാവുമല്ലോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന സ്പീക്കിംഗ് ക്ലാസ്സുകളെല്ലാം തന്നെ പേഴ്സണൽ ക്ലാസ്സുകളാണ്. മറന്നു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊന്ന്, റെക്കോർഡഡ് ക്ലാസ് വേണമെന്നുള്ളവരാണ് എങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ കിട്ടുന്നതാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ടീച്ചേഴ്സിന് വേണ്ടി കുറേ ടീച്ചർമാർ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിന് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുമോ എന്ന് ചോദിച്ചിട്ടാണ് അവർ വിളിക്കുന്നത്. അങ്ങനെയുള്ള ടീച്ചേഴ്സ് ആവശ്യമുള്ളവർ എന്നെ ആദ്യം കോൺടാക്ട് ചെയ്യുക. അവർക്ക് കുറച്ച് റെക്കോർഡ് ക്ലാസ്സുകൾ തന്നതിന് ശേഷമായിരിക്കും അവർക്ക് സ്പീക്കിംഗ് ക്ലാസ്സുകൾ ഉണ്ടാവുക. താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.